വിവോയുടെ വിവോ V23 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ V23 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. വിവോ V23യും അതുപോലെ തന്നെ വിവോ V23 പ്രോയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V23 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ V23 പ്രോയിൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫ്രണ്ടിൽ വലിയൊരു നോച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫോണുകളിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കാണാറ്. ഈ ഒരു വലിയ നോച്ച് എന്നുള്ളത് കുറച്ച് പഴയ ഡിസൈനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ നോച്ചും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 171 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ് വിവോ V23 പ്രോ എന്ന ഫോൺ. അതുപോലെ തന്നെ തിക്നെസ്സും അത്യാവശ്യം കുറവാണ്. തിക്നെസ് വരുന്നത് 7.36 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർഡസ്റ്റ് ബ്ലാക്കും അതുപോലെ തന്നെ സൺഷൈൻ ഗോൾഡും. ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൺഷൈൻ ഗോൾഡ് എന്നുള്ള കളർ വേരിയൻറ്റിൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനലാണ് വരുന്നത്. അതായത് ലൈറ്റ് തട്ടുന്നതിനനുസരിച്ചിട്ട് ഫോണിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പം ഒറ്റൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള കളറല്ല ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 1200 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. എന്നാലും 39,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 5G ബാൻഡ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ എക്സ്റ്റെൻഡഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 108 മെഗാപിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഒരു വലിയ നോച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നത് 50 മെഗാപിക്സലുമായിട്ടാണ്. f2.0 അപ്പേഴ്സിലാണ് ഈ ഒരു സെൻസർ വരുന്നത്. രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.28 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ LED ഫ്ലാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4300 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 38,990 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 43,990 രൂപയാണ്. ജനുവരി 13 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പം പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ V23 പ്രോ എന്ന ഫോണിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഫോണാണ്. പിന്നെ കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടൈപ്പ് ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നൊരു ഫോണാണ് വിവോ V23 പ്രോ എന്ന ഫോൺ. അല്ലാതെ മെയിനായിട്ട് പെർഫോമൻസ് വേണ്ടവരെയോ അതല്ലാന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി ഫോൺസ് വേണ്ടവരെയോ ഒന്നും ടാർഗറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ല ഈ ഒരു ഫോൺ. പിന്നെ വിലയും അത്യാവശ്യം നല്ലോണം ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.